ഞങ്ങൾ അവരെ അതിൻ്റെ അവരുടെ ലീഗൽ അഡ്വൈസറായിരുന്നു. ലീഗൽ അഡ്വൈസർക്കെതിരെ എങ്ങനെ കേസെടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ലാലി വിൻസെൻറ്റിനെ എടുക്കുന്നത്. ലാലി വിൻസെൻ്റ് അവരുടെ ലീഗൽ അഡ്വൈസറാണ്. ഷീസ് എ ലോയർ, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്. അവരുടെ വക്കീലായിരിക്കും. വക്കീലിനെതിരെ കേസെടുക്കുമോ? അതൊന്നും എനിക്കറിയില്ല. അടുപ്പമുണ്ടായി കാണും, ഇയാളായിട്ട് അടുപ്പമുണ്ടായി കാണും, ഇയാൾ തട്ടിപ്പോയാറാണെന്ന് അറിഞ്ഞ. അല്ല, അവർക്കറിയില്ലല്ലോ. ആരോപണം ഇപ്പോഴല്ലേ വന്നു. അത് നോക്കുമല്ലോ, തീർച്ചയായിട്ടും പരിശോധിക്കുമല്ലോ, തീർച്ചയായിട്ടും പരിശോധിക്കും. നമ്മൾ ആദ്യത്തെ ഒരു പ്രൈമാഫസി ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞത്. അവർ ലീഗൽ അഡ്വൈസർ ആയിരുന്നു എന്നാണ് നമ്മളത് പറഞ്ഞത്. ഈ തട്ടിപ്പ് ഇപ്പോഴല്ലേ ആളുകൾ അറിയണത്. അപ്പോൾ എൻ്റെ നിയോജക മണ്ഡലത്തിൽ വരെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുണ്ട്, കേരളം മുഴുവൻ നടന്നിട്ടുണ്ട്. എല്ലായിടത്തും ബോർഡ് വെച്ചത് വിതരണം നടത്തുവാണ്. എൻ്റെയിലും കൊണ്ടുവന്നാണ് ഒരു എഗ്രിമെൻറ്റ് വെക്കണമെന്നും പറഞ്ഞുകൊണ്ട്. എൻ്റെ ഭാഗ്യത്തിന് എഗ്രിമെൻറ്റ് വെച്ചില്ല. അവർ സമീപിച്ചിരുന്നു. അല്ല, NGO ഇത് പല സംഘടനകൾ സമീപിക്കുകയല്ല, പല സംഘടനകൾ സമീപിക്കുമല്ലോ. ഇതിങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കണം, അപ്പോൾ MLA മുൻകൈ എടുക്കണം, മണ്ഡലത്തിൽ ചെയ്യണം. എല്ലാ MLA അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും, പല MLA. അപ്പോൾ പകുതി വിലയ്ക്ക് സാധനം കിട്ടുമല്ലേ. ഈ പൈസ പകുതി അടയ്ക്കും, പകുതി CSR കിട്ടി ഇത് കൊടുക്കുമെന്ന് കുറേ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ റൗണ്ട് കൊടുക്കുമ്പോൾ വിശ്വാസ്യത കൂടും. അപ്പോഴല്ലേ രണ്ടാമത് ആളുകൾ പോകുന്നത്. എത്ര BJP നേതാക്കന്മാരുടെ പടം വെച്ചുകൊണ്ട് എന്തോരം ബോർഡായിരുന്നു എറണാകുളത്തൊക്കെ വെച്ചിരുന്നു, ഇഷ്ടം പോലെ. അവരെ ആരെയും പറ്റി അന്വേഷിക്കണമല്ലോ പോലീസ്. അവരുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്. എന്ത് വൃത്തികേടും പോലീസിന് ചെയ്യാം എന്നുള്ളതിന് ഉദാഹരണം തന്നെ. എന്തു വൃത്തികേടും പോലീസ് ചെയ്യും. ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വരുന്ന ഒരു കുടുംബത്തിൽ സ്ത്രീകളുടെ ലാത്തിക്കടിച്ച് തോളലിന് പരിക്കേൽപ്പിക്കുക, കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെ അടിക്കുക എന്ന് വെച്ചാൽ പോലീസിന് ഭ്രാന്ത് പിടിച്ചു, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ എന്ത് അസംബന്ധമാണ് നടക്കുന്നത്. പോലീസിൻ്റെ തേർവാഴ്ചയല്ല നടക്കുന്നത്. നാട് മുഴുവൻ അക്രമങ്ങളാണ്, ഗുണ്ടകൾ മുഴുവൻ തെരുവിലിറങ്ങിയിരിക്കുകയാണ്, മയക്കുമരുന്ന് സംഘങ്ങളാണ്. ഒരു ഭീതിയോടുകൂടിയാണ് ആളുകൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. എവിടെ വെച്ച് ആര് വേണമെങ്കിലും ആക്രമിക്കപ്പെടാമെന്നുള്ള സ്ഥിതിയാണ്. ആയുധങ്ങളുമായിട്ട് നടക്കുകയാണ്. ഈ തിരുവനന്തപുരത്ത് തന്നെ എത്ര സംഭവം ഉണ്ടായി കഴിഞ്ഞ ആഴ്ച. കടകൾ കയറി ആക്രമിക്കുക, രാത്രി വന്ന് ക്രൂരമായി മർദ്ദിക്കുക, കടകൾ അടിച്ചു തകർക്കുക, ഗുണ്ടാ വിളയാട്ടമാണ്. മയക്കുമരുന്നിൻ്റെ ആസ്ഥാനമായി കേരളം മാറി. എവിടെ ഈ എക്സൈസും പോലീസും ഒക്കെ ബോധവൽക്കരണ പരിപാടിയെന്ന് പറയുന്നത്. ഒരു ബാനർ കെട്ടി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആണ് ഈ MDMA ഇതൊക്കെ കഴിക്കുന്നതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ സോഴ്സ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണ്ടേ? സോഴ്സ് ഇത് എവിടെ നിന്നാണ് വരണത്? എന്തുമാത്രം മയക്കുമരുന്നാണ് കേരളത്തിലേക്ക് വരുന്നത്? വീടുകളിൽ നടക്കുന്ന വയലൻസ് എന്താ? നിങ്ങൾ ക്രൈം എത്ര കൂടി? ക്രൈം കൂടുക മാത്രമല്ല, ക്രൈമിൻ്റെ സ്വഭാവം മാറി. നേച്ചർ കണ്ട് എത്ര ക്രൂരമായിട്ടുള്ള. പണ്ടൊന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഇത്രയും ക്രൂരമായിട്ട്. ഇപ്പോൾ പറവൂര് തന്നെ 3 കുടുംബാംഗങ്ങളെ വെട്ടിക്കൊന്നു. ഒരു കൊച്ചിനെടുത്ത് കിണറ്റിലിട്ടു, വേറൊരുത്തന് സ്വന്തം ഉമ്മായെ വെട്ടിക്കൊന്നു. ഇല്ലേ? എത്ര കേസുകളാണ് ഈ കഴിഞ്ഞ ഈ ജനുവരിയിൽ മാത്രം ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ക്രൂരമായ കൊലപാതകങ്ങളും ആക്രമണങ്ങളും എത്രയാണ്? ഇതിങ്ങനെയാണ് കേരളം പോകാൻ പോകുന്നത്. ആർക്കും ഒരു നിയന്ത്രണം ഇല്ലാതെ പോവാണ് കേരളം. സത്യത്തിൽ ആളുകൾ പറയാണ്, പേടിയാണ് പുറത്തേക്ക് ഇറങ്ങിയ, ഭീതിയാണ്. ആരാണ് ഇപ്പം പോലീസ് തന്നെ ഇവർ കല്യാണത്തിന് പോയ ആളുകൾ ആരെങ്കിലും വിചാരിക്കുക പോലീസ് വന്ന് ഈ സ്ത്രീകളുടെ ഷോൾഡർ ബോൺ അടിച്ചു പിടിക്കുമെന്ന്. സ്ത്രീകളുടെ ഇവരൊക്കെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് കാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്ത് വൃത്തികേടും ചെയ്യാമെന്നാണ്.